നമ്മൾ ലിനക്സ് ബേസിക് കമാൻഡ്സ് നോക്കുന്നതിന് മുന്നേ ആദ്യം നോക്കേണ്ട കാര്യം ലിനക്സിന്റെ ഫയൽ സ്ട്രക്ചർ ആണ്. ഓക്കെ, ലിനക്സിന്റെ ഫയൽ സ്ട്രക്ചർ എങ്ങനെ നമ്മൾ ലിനക്സിന്റെ ഫോൾഡറുകൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ലിനക്സ് ഓക്കെ, ഇനി ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ലിനക്സിന്റെ ഫയൽ സ്ട്രക്ചർ ആണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ലിനക്സിന്റെ ഫയൽ സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്യുന്ന ഫോൾഡർ ആണ് റൂട്ട് ഫോൾഡർ എന്ന് പറയും. ഓക്കെ, പാരന്റ് ഫോൾഡർ ഏറ്റവും ഫസ്റ്റ് വർക്ക് ചെയ്യുന്ന ഫോൾഡർ ഏതാണ്? ഈ പറയുന്ന ഫസ്റ്റ് ഫോൾഡർ ആണ് ലിനക്സ് ഫയൽ സ്ട്രക്ചറിലെ ആദ്യത്തെ ഫോൾഡർ എന്ന് പറയുന്നത് ഈ പാരന്റ് ഫോൾഡർ ആണ്. ഓക്കെ, ഫോൾഡറിന്റെ പേരെന്താണ്? റൂട്ട് എന്നാണ്. പക്ഷെ നമ്മൾ അതിനെ മെൻഷൻ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? സ്ലാഷ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ മെൻഷൻ ചെയ്യുന്നത്. ആ റൂട്ട് ഫോൾഡറിന്റെ ഉള്ളിൽ ഒരുപാട് ഫോൾഡറുകളുണ്ട്, ഇഷ്ടംപോലെ ഫോൾഡറുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ഫോൾഡറുകളാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് സ്ലാഷ് ഹോം. ഹോമിന്റെ ഉള്ളിൽ എന്താണ് ഉണ്ടാവുക? ഹോമിന്റെ ഉള്ളിൽ യൂസേഴ്സിന്റെ ഫോൾഡറുകളായിരിക്കും ഉണ്ടാവുക. യൂസേഴ്സിന്റെ പേഴ്സണൽ ഡയറക്ടറീസ് ആണ് എവിടെ ഉണ്ടാവുക? ഹോം ഫോൾഡറിന്റെ അകത്ത് ഉണ്ടാവുക. ഓക്കെ, ഒരു കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ കെവിൻ എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരാളുണ്ട്, അതേപോലെ അഭിനവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്, അതേപോലെ മാത്യു. അപ്പൊ എന്ത് ചെയ്യും? 3 യൂസേഴ്സ് ഉണ്ട്, അപ്പൊ അവിടെ 3 ഫോൾഡർ ഉണ്ടാവും. ഹോമിനകത്ത് 3 ഫോൾഡർ ഉണ്ടാവും. ഓക്കെ, ഇനി കെവിനകത്ത് കയറി കഴിഞ്ഞാൽ എന്താ കാണാൻ പറ്റും? കെവിന്റെ പേഴ്സണൽ ഡയറക്ടറീസ് ആണ് കാണാൻ പറ്റുക. അവന്റെ ഡോക്യുമെന്റ്സ്, അവന്റെ ഡൗൺലോഡ്സ്, അവന്റെ ഡെസ്ക്ടോപ്പ് ഇമേജ്, അതൊക്കെ അല്ലേ, അതായിരിക്കും അവിടെ കാണുന്നുണ്ടാവുക. അപ്പൊ യൂസേഴ്സിന്റെ പേഴ്സണൽ ഡയറക്ടറി ഫയലാണ് ഏത്? ഹോം. ഓക്കെ, അപ്പൊ ഹോം ഫോൾഡറിൽ കയറിയാൽ നമ്മൾ അതാണ് കാണുക. അടുത്തൊരു ഡയറക്ടറിയാണ് സ്ലാഷ് USR എന്ന് പറയുന്നത്. യൂസറിന്റെ കോൺഫിഗറേഷൻ ഫയൽ, യൂസർ സെറ്റ് ചെയ്യുന്ന കോൺഫിഗറേഷൻസ് ഒക്കെ ഉണ്ടാവുന്ന ഡയറക്ടറിയാണ് USR. ETC എന്താണ്? സിസ്റ്റം കോൺഫിഗറേഷൻസ്. നമ്മൾ നെറ്റ്വർക്കിൽ IP സ്റ്റാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, DNS സെറ്റ് ചെയ്യണം. സിസ്റ്റത്തിന് കോൺഫിഗറേഷൻ നടത്തൂലേ? സിസ്റ്റത്തിന് കോൺഫിഗറേഷൻ നടത്തുന്ന ഫയലുകളൊക്കെ ഉണ്ടാവുന്ന എവിടെയാണ്? ഈ പറയുന്ന ETCയിലാണ്. ഓക്കെ, ദെൻ പിന്നെ വരുന്നതാണ് സ്ലാഷ് റൂട്ട്. ഇതാണ് നിങ്ങൾക്ക് സംശയം വരിക. തൊട്ടു മുന്നേ നമ്മൾ റൂട്ട് ഡയറക്ടറി പറഞ്ഞായിരുന്നു. അതെന്താണ്? മൊത്തത്തിലുള്ള ഡയറക്ടറിയാണ് റൂട്ട് ഡയറക്ടറി. എന്നാൽ കമ്പ്യൂട്ടറിൽ ഒരു യൂസർ ഉണ്ട്. ആരാണ്? നമ്മൾ കുറെ യൂസേഴ്സിനെ പറഞ്ഞു. ഹോമിന്റെ ഉള്ളിൽ എല്ലാ യൂസേഴ്സും ഉണ്ടാകും. എന്നാൽ കമ്പ്യൂട്ടറിൽ ഇവരൊന്നും അല്ലാതെ ഒരു യൂസർ ഉണ്ടാവും, അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, അപ്പൊ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ പേഴ്സണൽ ഫയൽ, അയാളും ഒരു വ്യക്തിയാണല്ലോ, അയാൾക്ക് പേഴ്സണൽ ഫയലുകൾ ഉണ്ടാവുമല്ലോ, അത് ഉണ്ടാവുന്ന ഡയറക്ടറിയാണ് ഏത്? റൂട്ട്. ഓക്കെ, ദെൻ OPT എന്താണ്? ഓപ്ഷണൽ ഫയൽസ്. നമ്മൾ തേർഡ് പാർട്ടി അപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യില്ലേ? നമ്മൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്തു, കാലി ലിനക്സിന്റെ ഉള്ളിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്തു, ഒരു അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫയലുകളില്ലേ, അതൊക്കെയാണ് OPTയിൽ ഉണ്ടാവുക. ലൈബ്രറി ഫയൽസുകൾ /lib ഉണ്ടാകും. റൂട്ടിങ്ങിന് വേണ്ട ഇൻഫർമേഷൻ റൂട്ടിൽ ഉണ്ടാകും. പിന്നിലും SBINിലൊക്കെ എന്താണ്? ബൈനറി ഫയൽസ്. ഓക്കെ, അത് സെക്യൂർ ആയ ബൈനറി ഫയൽസ് എന്താണ്? SBINിൽ ഉണ്ടാകും. ദെൻ വാറിൽ എന്താണ് ഉണ്ടാവുക? ഞാൻ പറഞ്ഞു, നമ്മളുടെ ലോഗ് ഡാറ്റകൾ, സർവർ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഡാറ്റകൾ, അതൊക്കെയാണ് നമ്മളുടെ /var ഫോൾഡറിൽ ഉണ്ടാവുക. ഓക്കെ, MNT നമ്മൾ പറഞ്ഞു, എന്താ പറയാ, നമ്മൾ മൗണ്ട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ എക്സ്റ്റേണൽ ഡിവൈസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ ഉണ്ടാകും. /media എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഷെയർ ചെയ്ത ഫോൾഡർ, ഷെയർ ചെയ്ത സർവർ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ /mediaയിൽ ഉണ്ടാകും. ദെൻ ടെമ്പററി ഡയറക്ടറി. ടെമ്പററി ഡയറക്ടറി എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് കുറെ കാര്യം ചെയ്യാം, അതിൻ്റെ ഉള്ളിലുള്ളതൊന്നും ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ട. ഓക്കെ, കാരണം എന്താ? അതിൻ്റെ ഉള്ളിൽ ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം ഓഫ് ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഫയലും ഡിലീറ്റ് ആയി പോയിക്കോളും ഓട്ടോമാറ്റിക് ആയിട്ട്. അതാണ് ടെമ്പററി ഫോൾഡറിന്റെ പ്രത്യേകത. അതിൻ്റെ ഉള്ളിൽ എന്ത് കണ്ടന്റും നമുക്ക് എഴുതി വെക്കാം, പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞാൽ താൻ എന്തായിക്കോളും? കുറച്ച് കഴിഞ്ഞാൽ സിസ്റ്റം ഒന്ന് റീബൂട്ട് ചെയ്ത് വരുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിലൊക്കെ പോയിക്കോളും. മനസ്സിലാവുന്നുണ്ടല്ലോ? അതിനാണ് ടെമ്പററി ഫോൾഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഫോൾഡറും നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ലിനക്സിൽ പോയിട്ട് ഇതേ ഫോൾഡർ കാണാം. ലിനക്സിൽ നമ്മൾ എന്താണ്? OSനോട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടെർമിനൽസ്, ഷെല്ലുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
ലിനക്സിലെ അല്ലെങ്കിൽ കാലി ലിനക്സിലെ ഷെല്ലിന്റെ പേര് നമ്മൾ ടെർമിനൽ എന്ന് പറയും. ഓക്കെ, അപ്പൊ ടെർമിനൽ നമ്മൾ എടുത്തു. ഇനി എന്താണ്, ഞാൻ ഈ പറഞ്ഞ പോലെ ഫയൽ സ്ട്രക്ചർ ഈ രീതിയിലാണോ എന്ന് നമുക്ക് അറിയണം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇപ്പൊ എവിടെ നിൽക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന കമാൻഡാണ് ഇത് PWD. കാരണം നമ്മളിപ്പം ഒരു ടെർമിനൽ എടുത്തു, ഇത് ഏതൊരു ലൊക്കേഷൻ ആണല്ലോ, മനസ്സിലായി. ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞുതരാം. ഇതിപ്പോ ഒരു ലൊക്കേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏതാ ലൊക്കേഷൻ? ഡെസ്ക് ടോപ്പ് അല്ലെ. നമ്മൾ വിൻഡോസിലാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഡെസ്ക് ടോപ്പ് ഉണ്ട്. ഡെസ്ക് ടോപ്പിൽ നമ്മൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെസ്ക് ടോപ്പിലാണ് നമ്മൾ ഓരോരോ ഫയലുകൾ വെക്കുക അല്ലെ. ഇത് ഡെസ്ക് ടോപ്പ് ആണ്. ഡെസ്ക് ടോപ്പ് ആണെങ്കിലും ഇതൊരു ലൊക്കേഷനിലല്ലേ നിൽക്കുന്നത്, മെമ്മറിയിൽ ഒരു ലൊക്കേഷനിലല്ലേ ഇത് നിൽക്കുന്നത്. അതെങ്ങനെ അറിയാൻ പറ്റും നമുക്ക്? ഇവിടെ റൈറ്റ് ബട്ടൺ നിൽക്കിയാൽ ഇവിടെ കാണാൻ പറ്റും ഓപ്പൺ ഇൻ ടെർമിനൽ ഹിയർ. ഇവിടുന്ന് ടെർമിനൽ ഓപ്പൺ ആക്കുമ്പോൾ അതിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഡെസ്ക് ടോപ്പ്. കാണുന്നില്ലേ? അപ്പൊ ഇത് ഇപ്പൊ എവിടെ നമ്മൾ നിൽക്കുന്നത്? അപ്പൊ ലിനക്സിൽ ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ എവിടെ പോയി നിന്നാലും അതൊരു ലൊക്കേഷൻ ആയിരിക്കും. ഒരു സോഫ്റ്റ്വെയറിന്റെ ഉള്ളിൽ കയറുന്നതിന് മുന്നേ വേറെ ഏത് ലൊക്കേഷനിൽ പോയാലും വേറെ എവിടെ പോയാലും നമ്മൾ ഏതെങ്കിലും ഒരു ലൊക്കേഷനിലായിരിക്കും. ഡാറ്റ ഉണ്ടോ അതൊരു ലൊക്കേഷനിലേ നിൽക്കുള്ളൂ, ഒരു ഫോൾഡറിലേ നിൽക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നോ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെർമിനലിന്റെ ഉള്ളിൽ PWD കൊടുക്കുന്നത്. ടെർമിനൽ എന്താണെന്ന് മനസ്സിലാക്കാം. OS-നോട് നമുക്ക് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ഷെല്ലാണ് ടെർമിനൽ. ഓക്കെ, ലിനക്സിൽ ഒരു 95 ടൂളുകളും എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ഷെല്ലിലാണ്, ടെർമിനൽ വഴിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ PWD പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി കൊടുത്ത സമയത്ത് ഹോം കാലി ഡെസ്ക് ടോപ്പ് എന്ന് കാണാൻ പറ്റും. ഓക്കെ ആണല്ലോ, ഹോം കാലി ഡെസ്ക് ടോപ്പ് എന്ന് കാണാൻ പറ്റും. ഇനി എനിക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഡയറക്ടറിയിലേക്ക് പോകണം. നമ്മളിവിടെ പിക്ചറിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഡയറക്ടറി എന്ത് റെപ്രസെന്റ് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഫസ്റ്റ് ഡയറക്ടറിയിലേക്ക് ചേഞ്ച് ഡയറക്ടറി ചേഞ്ച് ചെയ്യണം. ഞാൻ കൊടുക്കുന്ന കമാൻഡ് CD സ്പേസ് സ്ലാഷ്. ഓക്കെ, CD സ്പേസ് സ്ലാഷ്. റൂട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നതാണ്, ഞാൻ ടൈപ്പ് ചെയ്തതല്ല. ഞാൻ കൊടുക്കാൻ എന്തേ ഉള്ളൂ? CD സ്പേസ് സ്ലാഷ് എന്ന് കൊടുത്തു. അപ്പൊ ഞാൻ എങ്ങോട്ട് പോകും? ഈ പറയുന്ന റൂട്ട് ഫോൾഡറിലേക്ക് പോകും. PWD നോക്കുമ്പോൾ ഞാൻ അവിടെ നിൽക്കും സ്ലാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പിക്ചറിൽ കാണിച്ചു തന്നിരിക്കുന്ന സ്ലാഷിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി ഞാൻ അവിടെയുള്ള ഫയലുകൾ ഇത്രയും ഫോൾഡറുകൾ പറഞ്ഞല്ലോ, ഇതിൽ കൂടുതൽ ഫോൾഡറുകൾ ഉണ്ട്. പ്രധാനപ്പെട്ട ഫോൾഡറുകൾ ഇതൊക്കെയാണ്. ഈ ഫോൾഡറുകളെ കാണണമല്ലോ. അപ്പൊ എനിക്ക് അവിടെയുള്ള സാധനങ്ങളെ കാണണമെന്നുണ്ടെങ്കിൽ, ആ ഫോൾഡറിലുള്ള സാധനങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗാലറി ഒക്കെ തുറന്ന പിക്ചറുകൾ കാണുന്നുണ്ടല്ലോ, അതേപോലെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്ന കമാൻഡാണ് LS, ലിസ്റ്റ് ചെയ്യുക എന്ന് പറയും. ഓക്കെ, LS കൊടുക്കുമ്പോൾ എനിക്ക് അവിടെയുള്ള ഫോൾഡറുകൾ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഈ ഫോൾഡറിലൊക്കെ തന്നെയല്ലേ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇതാണ് ആ പ്രധാനപ്പെട്ട ഫോൾഡറുകൾ. അത് നമുക്കിവിടെ കാലിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഫോൾഡറുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ആ ഫോൾഡറുകൾ നോക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോം ഫോൾഡർ. ഹോം ഫോൾഡറിൽ എന്താ ഉണ്ടാവുക എന്ന് പറഞ്ഞത്? യൂസേഴ്സുകളുടെ പേഴ്സണൽ ഡാറ്റ. കമ്പ്യൂട്ടറിൽ എത്ര യൂസേഴ്സ് ഉണ്ടെന്ന് അറിയാനും ഇവിടെ മതി. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? ആ ഫോൾഡറിലേക്ക് പോകണം. ആ ഫോൾഡർ ഇവിടെ എവിടെയാണുള്ളത്? ഹോം. ഹോം മൂന്നാമത്തത് ഇതാണ് ഹോം. അപ്പൊ എനിക്ക് ഹോമിലേക്ക് കയറണം. ഞാനത് ചെയ്യാം CD ഹോം. കാരണം എന്താണ്? ഞാൻ ഇപ്പൊ എവിടെ നിൽക്കുന്നത്? സ്ലാഷിലാണ് നിൽക്കുന്നത്. എനിക്ക് ഹോം ഇവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? CD ഹോം മതി. CD ഹോമിലേക്ക് പോയി. ഇപ്പൊ ഞാൻ എവിടെ നിൽക്കുന്നത്? PWD എവിടെ നിൽക്കുന്നതെന്ന് അറിയാൻ സ്ലാഷ് ഹോമിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടെ എന്തൊക്കെയുണ്ട് എന്നറിയാൻ ഹോമിൽ എന്താ നമ്മൾക്ക് കാണാൻ പറ്റുക? എത്ര യൂസേഴ്സ് ഉണ്ട് എന്ന് കാണാൻ പറ്റും. ആ യൂസേഴ്സിന്റെ പേഴ്സണൽ ഫോൾഡറുകളാണ്. ഇവിടെ ഒരു ഒറ്റ യൂസർ ഉള്ളൂ, കാലി എന്ന് പറയുന്ന ഒരു മാത്രമേ ഇവിടെ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കാലി എന്ന് പറയുന്ന യൂസറിന്റെ പേഴ്സണൽ ഫയലിലേക്ക് നമ്മൾ പോകും. ഓക്കെ, ദെൻ ഇപ്പൊ ഞാൻ കാണുന്നുണ്ടോ കാലിന്റെ ഡെസ്ക് ടോപ്പ്, കാലിന്റെ ഡോക്യുമെന്റ്, കാലിന്റെ ഡൗൺലോഡ്സ്. ഓക്കെ, കാലി എന്ന് പറയുന്ന യൂസറിന്റെ പേഴ്സണൽ ഫോൾഡറുകൾ എനിക്ക് ഇവിടെ കാണാം. നേരത്തെ നമ്മൾ പോയ ഡെസ്ക് ടോപ്പ് ഇവിടെയായിരുന്നു. കണ്ടോ? നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഡെസ്ക് ടോപ്പ് എന്ന് പറയുന്നത്, ഈ ഡെസ്ക് ടോപ്പ് ആരുടെ ഡെസ്ക് ടോപ്പ് ആണ്? അപ്പം കാലിയുടെ ഡെസ്ക് ടോപ്പ് ആണ്. ഈ ഡെസ്ക് ടോപ്പിലുള്ള കണ്ടന്റ് ആണ് നമ്മൾ ഇവിടെ കണ്ടത്. കേട്ടോ, ഡെസ്ക് ടോപ്പിൽ അരുണ എന്ന് പറയുന്ന ഒരു ഫയൽ ഉണ്ട്. ദെൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ നോക്കണേ അരുണ എന്ന് പറയുന്ന ഫയൽ. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഡെസ്ക് ടോപ്പിൽ നിൽക്കുന്നു. തിരിച്ച് നമ്മൾ ഇനി സ്ലാഷിലേക്ക് തന്നെ പോവുകയാണ്. എന്താ കൊടുക്കേണ്ടത്? സ്ലാഷിലേക്ക് പോകും. CD സ്ലാഷ് കൊടുത്താൽ മതി. LS കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഇവിടെ കാണാൻ പറ്റും സ്ലാഷിൽ മറ്റു ഫയൽ. ഇനി ഇവിടെ വേറൊരാളും കൂടി ഉണ്ട്. ആരാണ്? റൂട്ട്. നോർമൽ യൂസേഴ്സ് മാത്രമല്ല, അഡ്മിനിസ്ട്രേറ്റീവ് യൂസേഴ്സ് ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് യൂസറിലേക്ക് നമ്മൾ CD റൂട്ട്, അഡ്മിനിസ്ട്രേറ്റീവ് യൂസറിന്റെ പേഴ്സണൽ ഫോൾഡറുകളാണ് റൂട്ടിൽ കിടക്കുന്നത്. ഓക്കെ, റൂട്ട് എന്ന് പറയുന്ന മെയിൻ ഫോൾഡറിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഇത്രയും ഫയലുകൾ ഉണ്ട്. എന്നാൽ
ഇവിടെ റൂട്ട് എന്ന് പേരിൽ ഒരു ഫോൾഡർ ഇട്ടത് എന്തിനാണ്? അഡ്മിനിസ്ട്രേറ്ററിന്റെ പേഴ്സണൽ ഫയലുകളാണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിൽ ഒന്ന് കയറി നോക്കാം. cd/root ഇത് കൊടുത്താൽ ഇങ്ങനെ കൊടുത്താൽ വർക്ക് ആവും? വർക്ക് ആകില്ല. കാരണം നമുക്ക് എന്തില്ല? റൂട്ട് ആവണമെങ്കിൽ പെർമിഷൻ ഇല്ല. ഓക്കെ, ലിനക്സിൽ ഡീഫാൾട്ട് ആയിട്ട് 2 യൂസേഴ്സ് ആണുള്ളത്. ഒന്ന് കാലി, മറ്റൊന്ന് അഡ്മിനിസ്ട്രേറ്റർ. അഡ്മിനിസ്ട്രേറ്ററിനെ നമ്മൾ റൂട്ട് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ കുറെ നേരമായി റൂട്ട് ഇവിടെ 3 സ്ഥലത്ത് വന്നു. ഒന്ന് പാരന്റ് ഡയറക്ടറിയുടെ വിളിക്കുന്ന പേര് റൂട്ട് എന്നാണ്. ഓക്കെ, ദെൻ റൂട്ട് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. അവിടെ എന്താ ഉള്ളത്? അഡ്മിനിസ്ട്രേറ്റർ യൂസറിന്റെ പേഴ്സണൽ ഫയലുള്ള ഫോൾഡറിന്റെ പേര് റൂട്ട് എന്നാണ്. എന്നാൽ കമ്പ്യൂട്ടറിൽ റൂട്ട് എന്ന് പറയുന്ന ഒരു യൂസറും ഉണ്ട്. ഓക്കെ, അപ്പൊ ആ യൂസറിലേക്ക് നമുക്ക് എങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റും? ആ റൂട്ടറായിട്ട് മാറിയാൽ മാത്രമേ ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റുള്ളൂ. ഈ ഫോൾഡർ തുറക്കാൻ ആർക്ക് മാത്രമേ പറ്റുള്ളൂ? റൂട്ടിന് മാത്രമേ. അപ്പൊ ഞാൻ ആരായിട്ട് മാറണം? റൂട്ടായിട്ട് മാറിയാൽ മാത്രമേ അതിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പൊ റൂട്ടായിട്ട് മാറാൻ ഞാൻ എന്താ കൊടുക്കുക? sudo su കൊടുക്കണം. ദെൻ പാസ്വേഡ് ചോദിക്കും. നമ്മൾ നമ്മുടെ ലിനക്സിന്റെ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ആരായി? ആയിട്ട് മാറി. അതറിയാനുള്ള കമാൻഡാണ് guami റൂട്ട് എന്ന് കാണിച്ചു. ഇപ്പൊ ഞാൻ ആരാണ്? ആണ്. ഇനി ഞാൻ ആ ഫോൾഡറിലേക്ക് കയറാൻ നോക്കിക്കഴിഞ്ഞാൽ പറ്റുമോ? സാധിക്കും. കണ്ടോ, ആ ഫോൾഡറിലേക്ക് ഞാൻ എത്തി. ഇപ്പൊ ഞാൻ എവിടെ നിൽക്കുന്നത്? pwd. കണ്ടോ, ഇപ്പൊ ഞാൻ എവിടെ എത്തി? ഈ പറയുന്ന റൂട്ട് ഫോൾഡറിലേക്ക് എത്തി. ഓക്കെ ആണല്ലോ. അപ്പൊ എനിക്ക് റൂട്ട് ഫോൾഡർ ഇപ്പോൾ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പം ഇതാണ് റൂട്ട് ഫോൾഡർ എന്ന് പറയുന്ന ഫോൾഡർ. റൂട്ടിന്റെ അഡ്മിനിസ്ട്രേറ്ററിന്റെ പേഴ്സണൽ ഫയലുകളുള്ള ഫോൾഡറിന്റെ പേര് ആണ്. എന്നാൽ മെയിൻ ആയിട്ട് ഈ പറയുന്ന സ്ലാഷിന്റെ പേര് എന്താണ്? റൂട്ടാണ്. അതെന്താണ്? മൊത്തത്തിൽ എല്ലാ ഫോൾഡറുകളും ഇതിന്റെ ഉള്ളിലാണ് എന്ന് പറയുന്ന റൂട്ടാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ശരിക്കും റൂട്ട് ഫോൾഡർ ഇവനാണ്. ഈ റൂട്ട് എന്താണ്? പേഴ്സണൽ ഡയറക്ടറികളുള്ള അഡ്മിനിസ്ട്രേറ്ററിന്റെ പേഴ്സണൽ ഡയറക്ടറികളുള്ള റൂട്ടാണ്. എന്നാൽ നമ്മൾ സുഡോസ് വഴി കയറിയത് എങ്ങോട്ടാണ്? കമ്പ്യൂട്ടറിൽ 2 യൂസർ ഉണ്ടായിരുന്നു, കാലിയും റൂട്ടും. നമ്മൾ എന്ത് ചെയ്തു? റൂട്ടിലേക്ക് നമ്മളുടെ പവർ മാറ്റി. എങ്കിൽ മാത്രമേ ആ ഫോൾഡർ തുറക്കാൻ പറ്റുള്ളൂ. ഓക്കെ, തിരിച്ച് നമുക്ക് കാലിയിലേക്ക് തന്നെ മാറണമെന്നുണ്ടെങ്കിൽ കാലി എന്ന് കൊടുത്താൽ മതി. നമ്മൾ നോർമൽ യൂസ്. പക്ഷെ നമ്മളിപ്പോ നിൽക്കുന്ന ഫോൾഡർ ഏത്? നമുക്ക് റൂട്ടാണ്. ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പെർമിഷൻ ഡിനൈഡ്. നമ്മൾ എന്ത് ചെയ്യണം? ആ ഫോൾഡറിൽ നിന്ന് മാറണം. ഓക്കെ, ആ ഫോൾഡർ എന്താണ്? അഡ്മിനിസ്ട്രേറ്ററിന് മാത്രമേ അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ റൂട്ടിന്റെ ഉള്ളിൽ പോയിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ അവിടെ തന്നെ നിൽക്കുന്നതെന്നുള്ളൂ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ എന്ത് ചെയ്താലും പെർമിഷൻ ഡിനൈഡ് നമ്മൾ പോരണം. നമ്മൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ള പാത്തുകളിലേക്ക് പോരണം. ഓക്കെ, ഇവിടുന്ന് LS ഒക്കെ നമുക്ക് കൊടുക്കാം. വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു ലിനക്സ് ഫയൽ സ്ട്രക്ചർ വർക്ക് ആവുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് ലിനക്സ് കമാൻഡ്സുകളാണ്. അതിന് നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യാം? നമ്മളുടെ പേഴ്സണൽ ഡയറക്ടറിയിലേക്ക് പോവാം. നമ്മളുടെ പേഴ്സണൽ ഡയറക്ടറിയിലേക്ക് പോകാൻ എന്താ ശരിക്കും നമ്മൾ കൊടുക്കേണ്ടത്? cd/home/kali. ഇതാണ് നമ്മളുടെ പേഴ്സണൽ ഡയറക്ടറി എന്ന് പറയുന്നത്. കാലി എന്ന് പറയുന്ന യൂസർ ഡയറക്ടറിയാണ്. ഇങ്ങനെ ഞാൻ പെട്ടെന്ന് സ്വിച്ച് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ എവിടെ എത്താൻ പറ്റും? ഈ പറഞ്ഞ ലൊക്കേഷനിലെത്താം. ഓക്കെ, എന്നാൽ ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. എന്താണ്? എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ cd, ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്ന, വീണ്ടും ഞാൻ തിരിച്ച് റൂട്ടിലേക്ക് വന്നു, മെയിൻ റൂട്ട് ഫോൾഡറിലേക്ക് വന്നു. cd ഈ ഒരു സിമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയടിക്ക് എവിടെ എത്തും? ഹോം കാലിയിലെത്തും. pwd അടിച്ചു തരുന്ന സമയത്ത് ഹോം കാലിയിലായി. ഓക്കെ, അതൊരു സിമ്പിളാണ്. പെട്ടെന്ന് നമുക്ക് എത്താൻ വേണ്ടി ആ സിമ്പിൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആരാണോ ഇപ്പൊ യൂസർ, ആ യൂസറിന്റെ പേഴ്സണൽ ഫയലിലേക്ക് പോകും. ഓക്കെ, ഞാനിപ്പോ റൂട്ടായിട്ടാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ സിമ്പിൾ അടിച്ചു കഴിഞ്ഞാൽ എവിടേക്ക് എത്തുന്നുണ്ടാവുക? /root എന്ന് പറയുന്ന റൂട്ടിന്റെ പേഴ്സണൽ ഫയൽ /റൂട്ടിലാണ്, അവിടേക്ക് പോകും. ഞാൻ കെവിൻ ആയിട്ടാണ് ഈ പറയുന്ന ഒരു കെവിൻ എന്ന് പറയുന്ന യൂസറിന്റെ യൂസർ ആയിട്ടാണ് കമ്പ്യൂട്ടറിൽ കയറിയത്. എന്നിട്ടാണ് ഞാൻ ഈ സിമ്പിൾ കൊടുക്കുന്നതെങ്കിൽ ഞാൻ എവിടെ എത്തിയിട്ടുണ്ടാവും? കെവിന്റെ പേഴ്സണൽ ഫോൾഡറിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ വേറെ ഏതെങ്കിലും ഒക്കെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് നമ്മുടെ പേഴ്സണൽ ഡയറക്ടറിയിലേക്ക് എത്താനുള്ള ഷോർട്ട് കട്ടാണ് ഈ പറയുന്ന സിമ്പിൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ കൊടുത്താലും മതി. എങ്ങനെ? ഞാൻ വീണ്ടും തിരിച്ച് റൂട്ട് ഡയറക്ടറിയിലേക്ക് പോവുകയാണ്. ദെൻ ഞാൻ ഇനി കൊടുക്കുകയാണ് cd/home. എന്റെ പേര് കൊടുത്താൽ മതി. എന്റെ യൂസർ നെയിം അതായിരിക്കും കാലി. ഇങ്ങനെ കൊടുത്താലും എന്റെ ഡയറക്ടറി. മനസ്സിലായല്ലോ? ഇനി ഞാൻ എന്താണ്? അവിടെയുള്ള എന്റെ പേഴ്സണൽ ഡയറക്ടറികൾ ഇതൊക്കെയാണ്. ഞാൻ ഇവിടെ എന്താണ്? ഒരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. എറണാകുളം. ഓക്കെ, EKLM എന്നുള്ള രീതിയിൽ ഒരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന കമാൻഡ് എന്താണ്? mkdir EKLM കൊടുക്കുന്നു. കൊടുത്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എന്താവും? ഇവിടെ അങ്ങനെ ഒരു ഫോൾഡർ ഇവിടെ വന്നിട്ടുണ്ടാവും, EKLM എന്ന് പറഞ്ഞിട്ട്. ഓക്കെ,
നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ മറ്റൊരു ഡയറക്ടറിയിലും ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഇതേ ലൊക്കേഷനിൽ ഇപ്പൊ ഞാൻ എവിടെ നിൽക്കുന്നത്, PWD ഹോം കാലിയിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് തന്നെ എനിക്ക് മറ്റൊരു ഡയറക്ടറി ഞാൻ ക്രിയേറ്റ് ചെയ്യാം. MKDIR. എനിക്ക് എവിടെയാണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് പാത്ത് കൊടുക്കാം. അപ്പൊ നമുക്കറിയാലോ പാത്ത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫ്ലാഷ് മുതൽ. ഞാൻ തീരുമാനിക്കുകയാണ് ടെമ്പററി ഫോൾഡറിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ടെമ്പററി ഫോൾഡർ എവിടെയുള്ളത്, ഇതിന്റെ ഉള്ളിലാണല്ലോ. ഇതാണല്ലോ ടെമ്പററി ഫോൾഡർ. അപ്പൊ ടെമ്പററി ഫോൾഡറിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് വഴി വരണം, ഫ്ലാഷ് ആദ്യം കൊടുക്കണം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഫ്ലാഷ് ആദ്യം കൊടുത്തു. ഫ്ലാഷിന്റെ ഉള്ളിൽ എവിടെയാണുള്ളത്, ഫ്ലാഷ് TMP ആണ് ഫോൾഡറിന്റെ പേര്. ഞാനിവിടെ എന്ത് കൊടുത്തു, TMP എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ ഫ്ലാഷ് TMP എന്ന് പറയുന്ന ഫോൾഡറിന്റെ ഉള്ളിൽ പേര് വേണ്ടേ, ഫോൾഡറിന് ഒരു പേര് വേണ്ടേ. നമ്മൾ എറണാകുളം എന്നാണല്ലോ ഇവിടെ കൊടുത്ത ഫോൾഡറിന്റെ പേര്. ഇനിയുള്ള ഫോൾഡർ നമുക്ക് കൊച്ചി എന്ന് കൊടുക്കാം. ഇനി ഞാൻ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഫോൾഡർ ക്രിയേറ്റ് ആയോ, ഫോൾഡർ ക്രിയേറ്റ് ആയി. എവിടെ ക്രിയേറ്റ് ആയി, എവിടെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞത്, ടെമ്പില് ക്രിയേറ്റഡ് ആയി. നമുക്ക് അവിടെ പോയി നോക്കാം. CD ഫ്ലാഷ് ടെമ്പ്, ടെമ്പില് പോയിട്ട് LS അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയി. ഓക്കെ, അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, ഏത് ലൊക്കേഷനിൽ നിന്നിട്ടും ഏതൊരു ലൊക്കേഷനിലും ഫോൾഡർ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും, എല്ലാ ആക്ഷനും ചെയ്യാൻ പറ്റും. ഓക്കെ, നിന്ന ലൊക്കേഷനിൽ നിന്ന് തന്നെ മറ്റുള്ളതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഞാൻ എന്താണ് ടെമ്പററി ഫോൾഡറിലാണ് നിൽക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ എന്ത് ചെയ്തു, ഈ കൊച്ചി അല്ല വേണ്ട, ഞാൻ തിരിച്ച് ഹോമിലേക്ക് തന്നെ പോയി. ഹോമിലേക്ക് പെട്ടെന്ന് എത്താൻ എന്താ ചെയ്യാം, ഈ സിമ്പിൾ നിൽക്കാൻ മതി. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഹോം കാലി എന്ന് കൊടുക്കണം. ഓക്കെ, തിരിച്ച് ഞാൻ ഇവിടെ എത്തി. തിരിച്ച് ഞാൻ എറണാകുളത്തേക്ക് കയറാൻ പോവാണ്. എറണാകുളത്ത് എത്തി. ഇനി എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഞാനൊരു ഫയൽ ക്രിയേറ്റ്. ഓക്കെ, നമ്മൾ വിൻഡോസിലൊക്കെ നോട്ട് പാഡ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. നോട്ട് പാഡ് എന്താണ്, ഒരു CLI ടൂൾ ആണ് നോട്ട് പാഡ് എന്ന് പറയുന്നത്. നോട്ട് പാഡ് ഒരു GUI ടൂൾ ആണ്, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ടൂൾ ആണ് എന്ത്, നോട്ട് പാഡ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം, ഇതേപോലെ ഒരു നോട്ട് പാഡ്, ഒരു ഫയലും കോഡൊക്കെ എഴുതാൻ അതേപോലെ നമുക്ക് എന്താണ് ഇവിടെയും ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ യൂസ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ടെർമിനലിൽ നമ്മൾ ലിനക്സിൽ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് CLI ടൂളുകളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ CLI ടൂൾസുകളാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ നാനോ എന്ന് പറയുന്ന ഒരു ടൂള്, ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെക്സ്റ്റ് എഡിറ്റർ ടൂളാണ്. നോട്ട് പാഡ് പോലെ ടെക്സ്റ്റ് എഡിറ്റർ ടൂളാണ്, പക്ഷെ എന്താണ് CLI ആണ്, കമാൻഡ് ലൈൻ. കമാൻഡ് ലൈനാണെന്ന് പറഞ്ഞാൽ കമാൻഡ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു യൂസ് ചെയ്യുന്നത്. അപ്പൊ നാനോ എന്ന് കൊടുത്തു. ഫയലിന്റെ പേര് നാനോ കലൂർ എന്ന് കൊടുത്തു. ഓക്കെ, ഇപ്പൊ എന്താണ് നാനോ സ്പേസ് കലൂർ. അപ്പൊ ഞാനൊരു ഫയൽ അവിടെ ക്രിയേറ്റ് ചെയ്തു. ഫയലിന്റെ പേര് എന്താണ്, കലൂർ എന്നാണ്. ഇനി ആ ഫയൽ എനിക്ക് എന്തും ടൈപ്പ് ചെയ്യാം. അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിലും ടൈപ്പ് ചെയ്യാം. ഞാനൊരു കാര്യം കൊടുത്തു. ഇനി ആ ഫയൽ സേവ് ചെയ്യണം. ഫയൽ ഞാനൊരു കാര്യം ടൈപ്പ് ചെയ്തു, സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളാണ് റൈറ്റ് ഔട്ട്. ഈ സിമ്പിൾ റെപ്രസെന്റ് ചെയ്യുന്ന എന്തിനാണ്, കൺട്രോളിനെയാണ് ഈ സിമ്പിൾ റെപ്രസെന്റ് ചെയ്യുന്നത്. എനിക്ക് പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ CTRL-X ആണ് ഇവിടെ കാണിക്കുന്നത്. ഹെൽപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ CTRL-G, സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ CTRL-O. ഓക്കെ, ഇപ്പൊ എനിക്ക് എന്താ ചെയ്യേണ്ടത്, സേവ് ചെയ്യണം. അപ്പൊ CTRL-O ഞാൻ പ്രസ് ചെയ്തു. അപ്പൊ അവർ വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ കലൂർ എന്നുള്ള പേരൊക്കെ ഇട്ടായിരുന്നു, ചേഞ്ച് ചെയ്യണോ. ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കത് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാം. അല്ലെങ്കിലോ, ഞാൻ ഇവിടുന്ന് എൻ്റർ അടിച്ചു. അപ്പൊ അത് സേവ് ആയി. ഇനി എനിക്ക് എന്ത് ചെയ്യണം, അടിക്കണം. CTRL-X അടിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് പുറത്തു വന്നു. ഓക്കെ, ഇപ്പൊ അവിടെ എന്ത് നടന്നു, കലൂർ എന്നുള്ള പേരിൽ ഫയല് ഞാൻ LS അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കലൂർ എന്നുള്ളൊരു ഫയൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി ആ ഫയൽ എനിക്ക് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ക്യാറ്റ് കലൂർ. ഓക്കെ, എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഫയലിലുള്ള കണ്ടന്റ് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ ഫയൽ ക്രിയേറ്റ് ചെയ്തത് എവിടെയാണ്, ഹോം കാലി എറണാകുളം എന്ന് പറയുന്ന ഫോൾഡറിന്റെ ഉള്ളിലാണ് ഞാൻ എന്ത് ചെയ്തത്, കലൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ ഇത്രയും. ഇനി ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫയലിനെ ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഒരു ഫയൽ ഉണ്ട്, കലൂർ എന്ന് പറയുന്ന ഫയൽ ഉണ്ട്. ഫയൽ പേര് മാറ്റണം. ഓക്കെ, ഈ ഫയലിന്റെ പേര് മാറ്റണം, അല്ലെങ്കിൽ ഈ ഫയലിനെ എനിക്ക് കോപ്പി ചെയ്യണം. ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് കോപ്പിയാണ്. കോപ്പി കലൂർ ഏത് പേരിലേക്കാണ് ഇനി മാറ്റേണ്ടത്, അതാണ് ഞാൻ. ഓക്കെ,
ഞാൻ വെറും കോപ്പി കലൂർ എന്ന് മാത്രം കൊടുത്ത് എൻ്റർ അടിച്ചു, ശരിയാവോ? കാരണം എന്താ? കോപ്പി കലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ട് കോപ്പി ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ കൊടുക്കണം. ഓക്കെ, ഇനി ഇതേ ഫോൾഡറിലേക്ക് തന്നെ കോപ്പി ചെയ്യണമെങ്കിൽ ഞാൻ പേര് മാറ്റണം. സെയിം പേരിൽ ഒരേ പേരിൽ ഒരേ ഫോൾഡർ ഉണ്ടാവില്ല. ഒരു ഫോൾഡറിന്റെ ഉള്ളിൽ സെയിം പേരിൽ 2 ഫോൾഡർ ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് കലൂർ എന്നുള്ള അതേ പേരിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന പോലെ ഇതേ പേരിൽ കലൂരിൽ കുത്തും കോമയും ഒന്നും ഇല്ലാതെ വെറും കലൂരിൽ നമുക്ക് എന്ത് ചെയ്യാൻ ഒരു ഫോൾഡർ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? അതിന്റെ പേര് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്യാം. കോപ്പി കലൂർ, ഞാൻ എന്ത് ചെയ്യുന്നു? കലൂർ എന്ന് മാറ്റിയിട്ട് JLN സ്റ്റേഡിയം എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ എൻ്റർ അടിച്ചു. ഇപ്പൊ എന്താ സംഭവിച്ചത്? കാരണം 2 പേര് വന്നല്ലോ. ഇനി ഞാൻ LS അടിക്കുന്ന സമയത്ത് ഉണ്ടോ, കലൂർ എന്ന് പറഞ്ഞ ഒറിജിനൽ ഫയൽ ഉണ്ട്, ഞാൻ ഇപ്പം കോപ്പി ചെയ്ത JLN സ്റ്റേഡിയം ഉണ്ട്. ഓക്കെ, രണ്ടിലുള്ള കണ്ടന്റ് എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. രണ്ടിലും എന്താണ്? ഒരേ കണ്ടന്റ് തന്നെയാണ് കൊടുത്തത്. കലൂരിലുള്ള കണ്ടന്റ് തന്നെയാണ് എന്ത് ചെയ്തത്? കോപ്പി ചെയ്തത്. ആണോ? സെയിം കണ്ടന്റ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? കോപ്പി കമാൻഡ് ആയി കോപ്പി ഫയൽ നെയിം, ഏത് ഫയലാണോ കോപ്പി ചെയ്യേണ്ടത് ആ ഫയൽ നെയിം, ദെൻ എങ്ങോട്ടാണ് കോപ്പി ചെയ്യേണ്ടത് ആ ഫയൽ അല്ലെങ്കിൽ ഫയൽ പാത്ത്. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. ലിനക്സിലെല്ലാം ഫയൽ നെയിം വരുന്ന സ്ഥലങ്ങളിലെല്ലാം ഇതൊക്കെ ഫയൽ നെയിമുകളാണല്ലോ, ഇതൊക്കെ നമ്മൾ ഫയൽ നെയിം എന്നല്ല പറയാം, ഫയൽ പാത്ത് എന്നാണ് പറയാം. ഓക്കെ, ഫയൽ പാത്ത് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. പക്ഷെ ഇവിടെ നമ്മൾ ഫുൾ പാത്ത് കൊടുത്തിട്ടില്ല. കാരണം എന്താണ്? ഇതേ ഫോൾഡറിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ പാത്ത് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ ഫോൾഡറിൽ നിന്ന് മറ്റൊരു ഫോൾഡറിലേക്കോ അല്ലെങ്കിൽ ഈ ഫോൾഡറിൽ മറ്റൊരു ഫോൾഡറിലുള്ള ഫയലിനെ ഇങ്ങോട്ടോ കോപ്പിയോ പേസ്റ്റോ അങ്ങനെ എന്ത് ആക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഫുൾ പാത്ത് കൊടുക്കണം. അതുകൊണ്ട് നിങ്ങൾ ഈ ഡെഫിനിഷൻ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. കോപ്പി ചെയ്യേണ്ട ഫയലിന്റെ പാത്ത്, കോപ്പി ചെയ്യേണ്ട സ്ഥലത്തിന്റെ, എങ്ങോട്ടാണ് കോപ്പി ചെയ്യുന്നത് ആ സ്ഥലത്തിന്റെ പാത്ത്, ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ കലൂർ എന്ന് പറയുന്ന ഫയലിനെ ഞാൻ ഇനി കൊച്ചി കൊണ്ടുപോയി വെക്കാൻ പോകാം. കൊച്ചി എവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്? ടെമ്പിന്റെ ഉള്ളിൽ കൊച്ചി ക്രിയേറ്റ് ചെയ്തായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ കലൂർ എന്ന് പറയുന്ന ഈ ഫയലിനെ, കാരണം ഇവിടെ 2 ഫയലുണ്ട് കലൂർ, 2 ഇവിടെ വേണ്ട. എനിക്ക് എന്ത് ചെയ്യണം? ഇവിടുന്ന് ഈ ഫയലിനെ എങ്ങോട്ട് നീക്കി വെക്കാൻ പോവാണ്? ഞാൻ കൊച്ചി എന്ന് പറയുന്ന ടെമ്പിൽ ക്രിയേറ്റ് ചെയ്ത ഫോൾഡറിലേക്ക് നീക്കി വെക്കാൻ പോവാണ്. അതെങ്ങനെ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂവ് ചെയ്യാനുള്ള കമാൻഡാണ് MV. ഓക്കെ, മൂവ് ചെയ്യാനുള്ള കമാൻഡ് എന്താണ്? നമുക്ക് മൂവ് ചെയ്യേണ്ടത് കലൂരിനെ മൂവ് ചെയ്യണം. എങ്ങോട്ടാണ് നമുക്ക് മൂവ് ചെയ്യാനുള്ളത്? സ്ലാഷ് ടെമ്പിന്റെ ഉള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കൊച്ചിക്കുള്ളിലേക്ക്. മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ എന്ത് കൊടുത്തു? MV സ്പേസ് കലൂർ സ്പേസ് സ്ലാഷ് TMP സ്ലാഷ് കൊച്ചി. ഇപ്പൊ എന്താ സംഭവിക്കുക? കലൂർ എന്ന് പറയുന്ന എറണാകുളത്ത് ഫോൾഡറിൽ കിടക്കുന്ന ഈ ഫയലിന് എവിടേക്ക് മൂവ് ആണ് ചെയ്യുന്നത്? മൂവ് ചെയ്താല് ഇതിന് പറിച്ചെടുത്തിട്ട് കൊണ്ടുപോയി വെക്കുക. കോപ്പിയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു കോപ്പി എടുത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടുന്ന് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ എവിടെ എത്തിയിട്ടുണ്ടാവും? ഞാൻ ഇനി എന്ത് ചെയ്യാം? ഇവിടെ LS അടിക്കുന്ന സമയത്ത് കലൂര് കാണാനില്ല. എറണാകുളത്ത് നിന്ന് അതിനെ നമ്മൾ പറിച്ചെടുത്ത് എവിടെ കൊണ്ടുപോയിട്ടു? ടെമ്പിലേക്ക്, കൊച്ചിയിലേക്ക് കൊണ്ടുപോയിട്ടു. ഞാനിവിടെ ഷെല്ല് 2 ആക്കുവാണ്. മനസ്സിലാവുന്നില്ല അല്ലെ? ഇനി ഞാൻ എന്ത് ചെയ്യാണ്? CD/TMP. /TMPന്റെ ഉള്ളിൽ നമ്മളെ കൊച്ചി ഉണ്ടായിരുന്നു. കൊച്ചിയിലേക്ക് നമ്മൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിലുണ്ട് ഫയല്. കാരണം നമ്മൾ എന്ത് ചെയ്തു? എറണാകുളത്ത് നിന്ന് ആ ഫയലിനെ നമ്മൾ മൂവ് ചെയ്തു. ഇവിടെ നമ്മൾ മൂവ് ചെയ്തില്ല തൊട്ട് മുന്നേ. ഇപ്പൊ ഇവിടെ ആരുണ്ട്? ഇവിടെ JLN സ്റ്റേഡിയം മാത്രമേ ഉള്ളൂ. ഇവിടേക്ക് കലൂര് വന്നു. നമ്മൾ എന്താ ചെയ്തത്? മൂവ് ചെയ്തു. ഓക്കെ, ഇനി എനിക്ക് ഈ പണി തിരിച്ചെന്നെ ചെയ്യണം. എവിടെ നിന്നിട്ട്? ഇവിടെ നിന്നിട്ട്. എവിടെ നിന്നിട്ട്? എനിക്ക് എന്റെ എറണാകുളത്ത് ഇപ്പൊ എന്താ ഉള്ളത്? JLN സ്റ്റേഡിയം മാത്രമേ ഉള്ളൂ. എറണാകുളത്ത് ഇപ്പൊ JLN സ്റ്റേഡിയം മാത്രമേ ഉള്ളൂ. LS അടിച്ചു നോക്കുക, എറണാകുളത്ത് ഇപ്പൊ JLN സ്റ്റേഡിയം ഉള്ളൂ. ഞാൻ ഇനി ഇവിടെ നിന്നുകൊണ്ട് ഇവിടെയുള്ള ഫയലിനെ ഇങ്ങോട്ട് ഇങ്ങനെ കാണിച്ചു തരാം. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? കോപ്പി ചെയ്യാൻ പോവാണ്. എവിടെയുള്ള ഫയലിനെ? ഇവിടെയുള്ള ഫയലിനെ. അപ്പൊ അതെന്താണ്? /TMP /കൊച്ചി. ഫയലിന്റെ പേര് പറഞ്ഞു കൊടുക്കണം. ഫയലിനല്ലേ നമ്മൾ കോപ്പി ചെയ്യുന്നത്? ഫയൽ പാത്താണ് നമ്മൾ കൊടുക്കുന്നത്. അവിടെ ഫയലിന്റെ പേരെന്താ? കലൂർ. ഓക്കെ,
അപ്പൊ ഈ ഫയലിനെ ഞാൻ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു, അവിടുന്ന് കോപ്പി ചെയ്തു, എവിടെ കൊണ്ടുവന്ന് വെക്കണം, ഞാനിപ്പോ എവിടെ നിൽക്കുന്നോ അവിടെ കൊണ്ടുവന്ന് വെക്കണം. ഓക്കെ, അതിന് എനിക്ക് ഒന്നില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ ഒരു പാത്ത് കോപ്പി ഇത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എങ്ങോട്ടാ കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടത്, സ്ലാഷ് ഹോം സ്ലാഷ് കാലി സ്ലാഷ് എവിടെയാണ്, എറണാകുളം അല്ലെ, ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ കൊടുത്തുകാണ്ട് എനിക്ക് ഇതിനെ കോപ്പി ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സിമ്പിൾ മെത്തേഡ് ഉണ്ട്, ഇത് കേട്ട വളരെ സിമ്പിൾ ആണ്. ഡോട്ട് കൊടുക്കുക. ഡോട്ട് ഉദ്ദേശിച്ച എന്താ, ഡോട്ട് എന്ന് പറഞ്ഞാൽ കറന്റ് ഫോൾഡർ. കറന്റ് ഫോൾഡറിന് മെൻഷൻ ചെയ്യാനാണ് ഡോട്ട് എന്ന് പറഞ്ഞാൽ. ഞാൻ എങ്ങോട്ട് ഇതിനെ കോപ്പി ചെയ്യുന്നത്, ഈ ഫോൾഡറിൽ നിന്ന് TMB കൊച്ചി എന്ന് പറയുന്ന ഈ ഫോൾഡറിൽ നിന്ന് ഞാൻ എങ്ങോട്ടാ കോപ്പി ചെയ്യുന്നത്, എറണാകുളത്തല്ലേ. ആ ഫോൾഡറിൽ ഇരുന്നിട്ടല്ലേ ഞാൻ ഈ കമാൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ കലൂർ സ്റ്റേഡിയത്തിൽ ഇരുന്നുകൊണ്ടാണ് കലൂരിലേക്ക് കോൾ ചെയ്യുന്നത്. അപ്പൊ ഞാൻ കലൂരിന്റെ അഡ്രസ്സ് മൊത്തം പറഞ്ഞു കൊടുക്കണോ, നീ കലൂർ സ്റ്റേഡിയത്തിലേക്ക് വാ, കലൂർ സ്റ്റേഡിയത്തിലേക്ക് വാ എന്ന് എനിക്ക് എപ്പോഴും വിളിച്ചുകൊണ്ട് പറയേണ്ട ആവശ്യം. എന്റെ ഫ്രണ്ട് ചോദിച്ചു നീ എവിടെയാന്നുള്ളത്. ഓക്കെ, ഒരു തവണ ഞാൻ പറഞ്ഞു കലൂർ സ്റ്റേഡിയത്തിലാണ് ഉള്ളതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എപ്പോഴും കലൂർ സ്റ്റേഡിയത്തിലാണുള്ളത്, കലൂർ നീ ഇങ്ങോട്ട് വാ എന്ന് പറയേണ്ട ആവശ്യമല്ല, അല്ല നീ കലൂർ സ്റ്റേഡിയത്തിലേക്ക് വാ എന്ന് പറയേണ്ട ആവശ്യമല്ല, നീ ഇങ്ങോട്ട് വാ എന്നുള്ള രീതിയിൽ മാത്രം പറഞ്ഞാൽ മതി. പേര് പറയണ്ട, നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ തന്നെ അത് ഇങ്ങോട്ടാണ്, ഇങ്ങോട്ടാണ്. അപ്പൊ നമ്മളിവിടെ ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, കറന്റ് ഫോൾഡറിലേക്ക്. ഇപ്പൊ നമ്മൾ ഏത് ഫോൾഡറിലാണ് ഇവിടെ നിൽക്കുന്ന, ഏത് ഫോൾഡറിലാണ്, എറണാകുളം ഫോൾഡറിലാണ്. ഈ ടെർമിനലിൽ നമ്മൾ എവിടെ നിൽക്കുന്നത്, ടെമ്പററി കൊച്ചി ഫോൾഡറിലാണ് ഇവിടെ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ എറണാകുളം ഫോൾഡറിൽ നിന്ന് പറയാണ് ഇവിടെ നിൽക്കുന്ന ഈ ഒരു ഫയല് കറന്റ് ഫോൾഡറിലേക്ക് വരണം, അതാണ് ഡോട്ട് ഇട്ടിരിക്കുന്നത്. ഓക്കെ, എന്റർ അടിച്ചു കഴിഞ്ഞാൽ ഇനി ഞാൻ LS അടിക്കുമ്പോൾ പറഞ്ഞു മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ കലൂർ ഉണ്ടാവും, ഇനി കലൂർ ഇവിടെയുണ്ട്. നമ്മൾ ചെയ്തത് എന്താണ്, കോപ്പിയാണ് ചെയ്തത്. ഓക്കെ, നമ്മൾ കോപ്പി അല്ലേ ചെയ്തത്, അപ്പൊ അത് അവിടെ രണ്ട് സ്ഥലത്തും ആ ഫയൽ ഉണ്ടാകും. ഇനി ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡോട്ട് ഉദ്ദേശിച്ചത് എന്താണ്, കറന്റ് ഫോൾഡർ. കറന്റ് ഫോൾഡർ എന്താണ്, PWD. ആ ഡോട്ട് എന്തിന് തുല്യമാണ് പറയുന്നത്, ഏതാണോ നമ്മൾ നിൽക്കുന്ന ഫോൾഡർ ആ ഫോൾഡറിന്റെ പാത്തിന് തുല്യമാണ് ഒരു, മനസ്സിലായല്ലോ, ഒരു ഡോട്ട്. ഇനി ഞാൻ ഈ ഫയലിന് ഒന്നുകൂടി ഡിലീറ്റ് ചെയ്യാണ്. ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് RM. RM എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, കലൂറിനെ ഡിലീറ്റ് ചെയ്തു. അപ്പൊ വീണ്ടും നമ്മളെ കയ്യിൽ കലൂറില്ല. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, വീണ്ടും കോപ്പി ചെയ്യാണ്. ഈ സമയത്ത് ഞാൻ കോപ്പി ചെയ്യുമ്പോൾ ഡോട്ടിന് പകരം ഞാൻ എന്താ കൊടുക്കുന്നത്, ഫുൾ പാത്ത് കൊടുക്കുകയാണ്. ഹോം പാലി എറണാകുളം ഇങ്ങനെ കൊടുത്തു. ഇപ്പോഴെന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, എന്താണ്, ഡോട്ടിന് പകരം ഫുൾ പാത്ത് കൊടുത്തു. എങ്ങോട്ടാണോ കോപ്പി ചെയ്യേണ്ടത് ആ പാത്ത് മൊത്തം കൊടുത്തു. ഇപ്പോഴും എന്തായി, ആ ഫയൽ ഇവിടെ ഉണ്ടാവും. കലൂർ വീണ്ടും ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ഇവിടുന്ന് ഡാറ്റ എടുത്ത് ഇവിടെ കോപ്പി ചെയ്തു. ഓക്കെ, അപ്പം ഇതാണ് എന്ത് ഉദ്ദേശിച്ചത്, കോപ്പി കമാൻഡ് ഇത്രയാണുള്ളത്. ഇനി നമുക്ക് മൂവ് കമാൻഡ് നോക്കണം. ഓക്കെ, മൂവ് കമാൻഡ് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഏത് ഫയൽ മാത്രമേ ഉള്ളൂ, LS അടിക്കുമ്പോൾ കലൂർ മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മളുടെ കൊച്ചിയിൽ ഇപ്പോഴും കലൂർ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഇനി എന്ത് ചെയ്യണം, ഇവിടെയുള്ള എറണാകുളത്തുള്ള JLN സ്റ്റേഡിയത്തിനെ കൊച്ചിയിലേക്ക് മാറ്റണം. എറണാകുളം എവിടെ കിടക്കുന്നത്, എറണാകുളം എവിടെയാണുള്ളത്, ഹോം കാലി എറണാകുളം എന്ന് പറയുന്ന ഫോൾഡറിലാണുള്ളത്. കൊച്ചി എവിടെയാണ്, /TMB കൊച്ചി എന്ന് പറയുന്ന ഈ ഒരു ലൊക്കേഷനാണ്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, എറണാകുളത്തുള്ള JLN സ്റ്റേഡിയത്തിനെ കൊച്ചിയിലേക്ക് മാറ്റുന്നു. ഓക്കെ ആണല്ലോ. ഞാൻ എങ്ങനെ ചെയ്യുന്നത്, MV എന്തിനാണ് എനിക്ക് മാറ്റേണ്ടത്, JLN സ്റ്റേഡിയത്തിനെ. JLN സ്റ്റേഡിയം ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഓക്കെ, എങ്ങോട്ടാണ് മാറ്റേണ്ടത്, JLN സ്റ്റേഡിയം എങ്ങോട്ടാണ് മാറ്റേണ്ടത്, /TMB കൊച്ചി ഈ ലൊക്കേഷനിലേക്കല്ലേ മാറ്റേണ്ടത്. ആ ലൊക്കേഷൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇട്ടാൽ ഇവിടേക്ക് പേസ്റ്റ്. അല്ലെങ്കിൽ കമാൻഡ് ത്രൂ പോവാണെങ്കിൽ നമുക്ക് എവിടെയൊക്കെ പോകേണ്ടത്, ടെമ്പ് കൊച്ചിയിലേക്കാണ്. ടെമ്പ് എവിടെയുള്ളത്, ഫസ്റ്റ് /ടെമ്പ് ഈ ഒരു ഫോൾഡറിന്റെ ഉള്ളിലാണുള്ളത്, സ്ലാഷിന്റെ ഉള്ളിലാണ് ഉള്ളത്. ഞാൻ എന്ത് ചെയ്തു, /TMB അതിന്റെ ഉള്ളിൽ ഏത് ഫോൾഡറിലേക്ക്, കൊച്ചിയിലേക്ക്. ഓക്കെ, അതിന്റെ ഉള്ളിൽ ഇനി ഫോൾഡർ ഇല്ല, കൊച്ചിന്റെ ഉള്ളിലേക്ക് എന്നാണ് ഇപ്പോൾ വൃത്തം. ഞാൻ എന്ത് ചെയ്തു, എന്റർ അടിച്ചു. ഇനി ഞാൻ ഇവിടെ LS അടിച്ചാൽ JLN സ്റ്റേഡിയം ഇവിടുന്ന് പോയി ഈ ലൊക്കേഷനിലേക്ക്, ഇവിടെ JLN സ്റ്റേഡിയം വന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ, കാരണം ഈ ലൊക്കേഷനിലേക്ക്, ലൊക്കേഷൻ ഏതാണ്, PWD പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി TMB കൊച്ചി എന്ന് പറയുന്ന ഈ ലൊക്കേഷനിലേക്ക് അത് വന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ MV കമാൻഡ് പഠിച്ചു. ഇനി MV കമാൻഡ്
നമ്മൾ ഇനി തിരിച്ചത് അങ്ങോട്ട് തന്നെ ആക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യാണ്, MV ഇവിടുന്ന് എന്താണ് എനിക്ക് മാറ്റേണ്ടത്, തിരിച്ച് അങ്ങോട്ട് തന്നെ ജയലം സ്റ്റേഡിയത്തിന് തിരിച്ച് എറണാകുളത്തേക്ക് തന്നെ ഇടുകയാണ്. ജയലം സ്റ്റേഡിയം ഇവിടെ അല്ലേ ഉള്ളത്. ഓക്കെ, ഞാനത് വേറൊരു ലൊക്കേഷനിൽ പോയിട്ട് ചെയ്യാണ്. ഞാൻ വേറൊരു ടെർമിനലും കൂടി എടുക്കുന്നു. ഞാനിപ്പോ ഇവിടുന്ന് പോകുന്നത് CD/ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു വേറെ ഏതെങ്കിലും ഒരു ഫോൾഡറിലേക്ക് പോകുന്നു. വാർ ഫോൾഡറിലേക്ക് പോകുന്നു. CD. ഇപ്പൊ ഞാൻ എവിടെ നിൽക്കുന്നത്, വാർ ഫോൾഡറിന്റെ അകത്താണ്. വാർ ഫോൾഡറിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, വാർ ഫോൾഡറിന്റെ ഉള്ളിൽ ഒരുപാട് ഫയലുകളും കാര്യങ്ങളും ഉണ്ട്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഉള്ളിൽ ഒരു TMP ഉണ്ട്, ടെമ്പററി ഫോൾഡർ. അതിൻ്റെ ഉള്ളിൽ ഒരു TMP ഫോൾഡർ. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറും. TMP കേട്ടോ, അതിൻ്റെ ഉള്ളിൽ കുറെ ഫയലുകളും കാര്യങ്ങളും ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അവിടെയും ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. MKDIR ഞാൻ എന്ത് ചെയ്യുന്നു, എടപ്പള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയൽ ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, CD എടപ്പള്ളി. ഇപ്പൊ ഞാൻ ഏത് ലൊക്കേഷനിലാണ് നിൽക്കുന്നത്, കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയി റൂട്ടിൽ നിന്ന് വാർ എന്ന് പറയുന്ന ഫോൾഡറിൽ കയറി വാർന്ന് TMPന്റെ ഉള്ളിൽ എടപ്പള്ളി എന്ന് പറയുന്ന ഫോൾഡറിന്റെ ഉള്ളിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. ഞാൻ മുമ്പ് ഉണ്ടാക്കിയ ഫോൾഡറുമായിട്ട് യാതെങ്കിലും ബന്ധമുണ്ടോ? മുമ്പ് ഉണ്ടാക്കിയ ഫോൾഡറുകൾ എവിടെ? ഒരു ഫോൾഡർ കിടക്കുന്നത് ഹോം കാലി എറണാകുളം, മറ്റൊരു ഫോൾഡർ കിടക്കുന്നത് TMP കൊച്ചി. ഇപ്പൊ ഞാൻ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് എവിടെ നിൽക്കുന്നത്, ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഈ ടെർമിനലിൽ ഞാൻ നിൽക്കുന്ന ലൊക്കേഷൻ ഏതാണ്, വാർ ഫോൾഡറിൽ TMP ഫോൾഡറിൽ എടപ്പള്ളി. ഓക്കെ, ഇവിടെ നിന്നോണ്ട് ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. എന്താണ് ചെയ്യാൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പൊ ഇവിടെ എറണാകുളത്ത് കലൂര് മാത്രമേ ഉള്ളൂ. എന്നാൽ കൊച്ചിയിൽ ഇപ്പൊ ആരൊക്കെയുണ്ട്, JLM സ്റ്റേഡിയം ഉണ്ട്, കലൂരുണ്ട്. കൊച്ചിയിലുള്ള JLM സ്റ്റേഡിയത്തിനെ ഞാൻ എവിടെ കൊണ്ടുപോയി വെക്കുന്നു, എറണാകുളത്ത് കൊണ്ടുപോയി വെക്കുന്നു. എവിടെ നിന്നുകൊണ്ട്, ഏത് ലൊക്കേഷനിൽ നിന്നുകൊണ്ട്, എടപ്പള്ളി ലൊക്കേഷനിൽ നിന്നുകൊണ്ട്. അതെങ്ങനെയാന്നുള്ളത് കാണാം. എന്താ നമുക്ക് ചെയ്യേണ്ടത്, മൂവ് അല്ലേ, മൂവ് ചെയ്യണം. എന്താ നമുക്ക് മൂവ് ചെയ്യേണ്ടത്, ഏത് ഫയലിനെ നമുക്ക് മൂവ് ചെയ്യേണ്ടത്, ഒന്നുകൂടി ഞാനത് എടുക്കുന്നു. ഏത് ഫയലിനെയാണ് നമുക്ക് കൊച്ചിയിലുള്ള JLM സ്റ്റേഡിയത്തിനെ എറണാകുളത്ത് കൊണ്ടുപോയി. കൊച്ചിയിലുള്ള JLM സ്റ്റേഡിയം എവിടെയാണ്, /TMP/കൊച്ചി. ഓക്കെ, ആ പാത്ത് നമ്മൾ അവിടെ കൊടുക്കുന്നു. ഞാൻ ചെയ്തിട്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊടുക്കുന്നു. അല്ലെങ്കിൽ ടൈപ്പ് ചെയ്താലും മതി. /TMP/കൊച്ചി. കൊച്ചിയിൽ ഏത് ഫയൽ എന്നോട് പറഞ്ഞു കൊടുക്കണം. ഏത് ഫയലാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്, JLM സ്റ്റേഡിയം. ഈ ഫയലിനെ ഞാൻ എങ്ങോട്ട് മാറ്റാൻ പോകുന്നു, എങ്ങോട്ടാ മാറ്റാൻ പോകുന്നത്, /TMP അല്ല, /ഹോം കാലി എറണാകുളം. ഓക്കെ, ഞാൻ ഇപ്പൊ ഇവിടുന്ന് ഒരു എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഈ JLM സ്റ്റേഡിയം ഇതേ പേരിൽ എറണാകുളം. എന്നാൽ ഞാൻ സ്ലാഷ് ഇട്ടിട്ട് JLM സ്റ്റേഡിയത്തിന്റെ സ്റ്റൈൽ ഒന്ന് മാറ്റി JLM സ്റ്റേഡിയം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ രൂപത്തിലായിരിക്കും കുറവ. എന്താ ഞാൻ ചെയ്തത്, കൊച്ചിയിലുള്ള JLM സ്റ്റേഡിയത്തിനെ എന്തായാലും ഞാൻ മൂവ് ചെയ്യാണ്. അതിന്റെ പേര് മാറ്റിയിട്ട് എനിക്ക് മൂവ്. ഓക്കെ, ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ്, വെറുതെ എറണാകുളം മാത്രം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യും, ഇതേ പേരിൽ അവിടെ സ്റ്റോർ ആവും. ആദ്യം അത് കാണിക്കാം. ഞാൻ എൻ്റർ അടിക്കാൻ പോവാണ്. അതിന്റെ മുന്നേ ഒന്നുകൂടി മനസ്സിലാക്കുക, ഫയൽ എവിടെയാണ്, പ്ലസ് കൊടുക്കുക. എറണാകുളത്ത് ഇപ്പൊ ആരില്ല, JLM സ്റ്റേഡിയം അല്ല. എന്നാൽ കൊച്ചിയിൽ ഇപ്പൊ ആരുണ്ട്, JLM സ്റ്റേഡിയം ഉണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, കൊച്ചിയിലെ JLM സ്റ്റേഡിയത്തിനടുത്ത് കൊണ്ടുവന്നിടുന്നു. എവിടെ നിന്നാണ് ചെയ്യാൻ പോകുന്നത്, എടപ്പള്ളിയിൽ നിന്ന്. ഓക്കെ, ഞാൻ എടപ്പള്ളിയിലെത്തി. കണ്ടോ, കൊച്ചിയിലുള്ള JLM സ്റ്റേഡിയത്തിനെ നമ്മൾ എങ്ങോട്ട് കൊണ്ടിടാൻ പോകുന്നു, എറണാകുളത്ത് ഇടാൻ പോകുന്നു. നമ്മൾ ചെയ്ത ഡയറക്ടറി നോക്കേ, നമ്മൾ എടപ്പള്ളിയിൽ നിന്നാണ് ഈ പണി ചെയ്തത്. എന്നാ ആക്ഷൻ നടന്നോന്ന് എങ്ങനെ നമ്മളറിയാം, അവിടെ പോയിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം, LS അടിച്ച് നോക്കുക. എറണാകുളത്ത് JLM സ്റ്റേഡിയത്തിൽ ഇവിടുന്ന് JLM സ്റ്റേഡിയം പോയിട്ടുണ്ടാവും. കണ്ടോ, മനസ്സിലായല്ലോ. ഇവിടുന്ന് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, കൊച്ചിയിൽ നിന്ന് സ്റ്റേഡിയത്തിനെ പിടിച്ച് എറണാകുളത്ത് കൊണ്ടുവന്നു. കമാൻഡ് കൊടുത്ത കണ്ടല്ലോ. ഇനി ഇത് ഞാൻ വീണ്ടും ഡിലീറ്റ് ചെയ്യാണ്. ചെയ്യുന്നതിന് മുന്നേ ഈ പണി ഞാൻ തിരിച്ച് ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഞാൻ എന്താ ചെയ്തത്, കൊച്ചിയിലുള്ള JLM സ്റ്റേഡിയത്തിനെ പിടിച്ച് എറണാകുളത്ത് കൊണ്ടുപോയിട്ടു. ഓക്കെ, ഞാൻ ഈ പണി തിരിച്ച് ചെയ്യാണ്. ഇപ്പൊ JLM സ്റ്റേഡിയം എവിടെ കിടക്കുന്നത്, എറണാകുളത്ത് അല്ലെ. ഇനി എറണാകുളത്തുള്ള JLM സ്റ്റേഡിയത്തിനെ തിരിച്ച് ഞാൻ എവിടെ കൊണ്ടിടാൻ പോവാണ്, കൊച്ചിയിൽ തന്നെ കൊണ്ടിടാൻ പോവാണ്, പേര് മാറ്റിയിട്ട്. എങ്ങനെ, ഞാൻ MV. ഇനി ഞാൻ എവിടെ, ഇപ്പം എന്റെ JLM സ്റ്റേഡിയം കിടക്കുന്നത് എവിടെയാണ്,
ഇത് ജയലം സ്റ്റേഡിയം ഇപ്പോൾ എവിടെയാണ്? എറണാകുളത്ത് അല്ലേ? ഇവിടെ നമുക്ക് കാണാൻ പറ്റും. എറണാകുളം എടപ്പള്ളി ഒക്കെ പാടെ കൂടി കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? നോക്കിയാൽ മതി. ഇപ്പൊ എറണാകുളത്താണെന്ന് അറിയാൻ LS അടിച്ചാൽ മതി. കണ്ടോ? ജയലം സ്റ്റേഡിയം ഇപ്പോൾ എവിടെ കിടക്കുന്നത്? എറണാകുളത്ത്. കൊച്ചിയിൽ ഇപ്പോൾ ആര് മാത്രമേ ഉള്ളൂ? കലൂര് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? എറണാകുളത്തുള്ള JLM സ്റ്റേഡിയത്തിനെ പിടിച്ചിട്ട് കൊച്ചിക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പൊ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ വന്നു. എറണാകുളത്താണുള്ളത്. എറണാകുളം എവിടെയാണ്? ഹോം കാലി എറണാകുളം. ഇവിടെയുള്ള ഫയലിന്റെ പേരെന്താണ്? JLM സ്റ്റേഡിയം. ഇങ്ങോട്ടാണ് ഞാൻ മാറ്റാൻ പോകുന്നത്. /TMB കൊച്ചിയിലേക്ക് പേര് മാറ്റിയിട്ടാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. പേര് ഞാൻ മാറ്റിയാണ്. JLM സ്റ്റേഡിയം. ഓക്കെ, JLM സ്റ്റേഡിയം കേരള. കേരള എന്നുകൂടി കൊടുക്കാം. കേരള. ഇതാണ് എന്റെ പുതിയ പേര്. ഞാൻ കൊച്ചിയിലേക്ക് കൊടുക്കുമ്പോൾ പേര് മാറ്റിയിട്ടാണ് കൊടുക്കുന്നത്. ഇനി ഞാൻ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നടന്നു. എന്താ നടന്നത്? നമ്മളിപ്പോ എറണാകുളത്ത് നിന്ന് മാറ്റി. എറണാകുളത്ത് നിന്ന് LS അടിച്ചാൽ ഫയൽ ഉണ്ടോ? ഇല്ല. എറണാകുളത്ത് നമ്മൾ എങ്ങോട്ട് മാറ്റിയതിനെ? കൊച്ചിയിലേക്ക് മാറ്റി. കൊച്ചിയിലേക്ക് നമ്മൾ അതിന്റെ പേര് മാറ്റിയിട്ടാ മാറ്റിയത്. പേര് മാറ്റിയിട്ട് അത് ഇപ്പുറത്ത് സ്റ്റോറായി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൂവ് കമാൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഈ മൂവ് കമാൻഡിന് പ്രത്യേകതയുണ്ട്. മൂവ് കമാൻഡ് വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കറന്റ് ഫോൾഡറിലുള്ള ഒരു ഫയലിന്റെ പേര് മാറ്റാനും സാധിക്കും. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന JLM സ്റ്റേഡിയം കേരള എന്നുള്ളത് ഇവിടെ നിന്നുകൊണ്ട് തന്നെ മാറ്റുകയാണ്. ഇപ്പൊ ഞാൻ എവിടെ നിൽക്കുന്നത്? JLM സ്റ്റേഡിയം ഉള്ള കൊച്ചി തന്നെ നിൽക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ JLM സ്റ്റേഡിയം കേരളത്തിന്റെ പേരിന് മാറ്റുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാക്കുകയാണ്. അപ്പൊ ഞാൻ എന്താ കൊടുക്കുക? MV JLM സ്റ്റേഡിയം കേരള, കേരള ബ്ലാസ്റ്റേഴ്സ്. ഓക്കെ, ഞാൻ MV ചേഞ്ച് ചെയ്യാൻ പോവാണ്. JLM സ്റ്റേഡിയം കേരള എന്ന് പറയുന്ന ഈ ഫയലിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ആക്കി മാറ്റുകയാണ്. ഒരു സ്പേസ് ഉണ്ട് ഇടയ്ക്ക്. മൂവി സ്പേസ് JLM സ്റ്റേഡിയം കേരള എന്ന് പറയുന്ന ഫയലിനെ ഞാൻ എന്താക്കി മാറ്റാൻ പോവാണ്? കേരള ബ്ലാസ്റ്റേഴ്സ് ആക്കാൻ പോവാണ്. ദെൻ ഞാൻ എൻ്റർ അടിച്ചു. ഇനി ഞാൻ LS അടിക്കുന്ന സമയത്ത് ഫയലിന്റെ പേര് മാറി. നമ്മൾ ഇത്രയൊക്കെ ഫയൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയാലും ഫയലിന്റെ ഉള്ളിലെ കണ്ടന്റ് മാറിയിട്ടുണ്ടാവോ? ഇല്ല. കണ്ടന്റിലല്ല നമ്മൾ തൊട്ടത്, ഇതിൽ മാത്രമേ തൊട്ടിട്ടുള്ളൂ. ആ ഫയലിന് അങ്ങോട്ട് എടുത്തു വെക്കുന്നു, ഇങ്ങോട്ട് എടുത്തു വെക്കുന്നു, ഫയലിന്റെ പേര്. ഓക്കെ, ഇതാണ് നമ്മൾ ഇത്രയും നേരം ചെയ്ത കാര്യം. ഇനി എനിക്ക് എന്ത് ചെയ്യണം? ഫയൽ ഇപ്പൊ നോക്കണ 2 ഫയലുണ്ട്. കലൂരുണ്ട്, കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഫയലുണ്ട്. ഇനി എനിക്ക് എന്ത് ചെയ്യണം? ഇതിൽ ഏതെങ്കിലും ഒരു ഫയലിനെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഏതാണ് കൊടുക്കുക? RM. ദെൻ RM എന്ന് പറഞ്ഞിട്ട് ആ ഫയലിന്റെ പേര് കൊടുത്താൽ മതി. ഞാൻ കലൂർ എന്ന് പറയുന്ന ഫയൽ ഞാൻ ഡിലീറ്റ് ചെയ്തു. RM എന്ന് പറഞ്ഞിട്ട് കലൂർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയൽ എന്തായി? ഡിലീറ്റ് ആയിട്ട് പോകും. ഓക്കെ, LS അങ്ങനെ ഒരു ഫയൽ പോയി ഡിലീറ്റ് ആയിട്ട് പോയി. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഈ /TMB കൊച്ചി എന്ന് പറയുന്ന ഫോൾഡറിനെ എനിക്ക് ഡിലീറ്റ് ആക്കണം. ഞാൻ തിരിച്ചു വരികയാണ്. CD ... ഇതെന്തിനാണ്? തൊട്ട് ബാക്കിലെ ഫോൾഡറിലേക്ക് പോകാൻ. ഇപ്പൊ ഞാൻ എവിടെ നിൽക്കുന്നത്? /TMB കൊച്ചി. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കൊച്ചിയിലാണ്. തൊട്ട് ബാക്കിലെ ഫോൾഡർ എന്ന് പറയുമ്പോൾ എങ്ങോട്ടാ പോവാം? /TMB പോകണം. തൊട്ട് ബാക്കിലെ ഫോൾഡറിലേക്ക് പോകാൻ നമ്മൾ കൊടുക്കണം CD ... എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എവിടെ നിൽക്കുന്നത്? /TMB. ഓക്കെ, LS അടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കൊച്ചിയൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്? കൊച്ചിയെ ഡിലീറ്റ് ചെയ്യാം. ഒരു ഫോൾഡർ ആണല്ലോ. ഫോൾഡറിനെ ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ നോർമലി ക്രിയേറ്റ് ചെയ്തു. ഞാനൊരു ചെറിയൊരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. MKDIR ടെസ്റ്റ്. ഓക്കെ, ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. LS അടിച്ചാൽ ഇതാക്കണം, എനിക്കിവിടെ കൊച്ചിയും കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ ടെസ്റ്റും കാണാനുണ്ട്. എനിക്കൊരു സിമ്പിൾ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഫോൾഡറിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ആ ഫോൾഡറിനുള്ളിൽ ഒന്നുമില്ല. LS അടിച്ചിട്ട് ഞാൻ ടെസ്റ്റ് അടിക്കുകയാണ്. ഓക്കെ, ആ ഫോൾഡറിന്റെ ഉള്ളിൽ ഒന്നുമില്ല. ഞാൻ എന്താ ഇപ്പൊ ചെയ്തത്? ടെസ്റ്റ് എന്ന് പറഞ്ഞ ഫോൾഡറിന്റെ ഉള്ളിൽ കയറാതെ തന്നെ പുറത്ത് നിന്ന് LS അടിച്ചു. എനിക്ക് അങ്ങനെ ചെയ്യാം. എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഹോമിന്റെ ഉള്ളിലുള്ള ഡാറ്റാസ് കാണുന്നുണ്ടെങ്കിൽ ഹോമിന്റെ ഉള്ളിൽ എന്താണ് കാണുക? കാലി. കാലി കാണുന്നുണ്ട്. ഇനി കാലിന്റെ ഉള്ളിലെ ഡാറ്റാസ് കാണണം. ഇനി കാലിന്റെ ഉള്ളിലെ ഫോൾഡർ ഡാറ്റാസ് കാണാൻ പറ്റും. ഞാൻ നിൽക്കുന്നത് എവിടെയാണ്? ടെമ്പിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. പക്ഷെ എനിക്ക് LS കമാൻഡ് യൂസ് ചെയ്തിട്ട് LS കമാൻഡിന് ശേഷം കാണേണ്ട ലൊക്കേഷന്റെ പാത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പാത്തിലെ ഫയലുകൾ. ഓക്കെ, ഇനി എനിക്ക് എന്താ വേണ്ടത്?
കാലിന്റെ ഉള്ളിൽ കിടക്കുന്ന എറണാകുളത്തിന്റെ ഉള്ളിലെ ഫയലുകളാണ് എനിക്ക് കാണേണ്ടത്. ഇവിടെ കിടക്കുന്ന ഫയലുകൾ, എറണാകുളത്ത് കിടക്കുന്ന ഫയലിനെ നമ്മൾ എന്ത് ചെയ്തു, കാണാൻ പറ്റി. ഞാൻ നിൽക്കുന്ന എവിടെ തന്നെയാണ്, PWD അടിച്ച് ഞാൻ നിൽക്കുന്ന എവിടെ തന്നെയാണ്, ഞാൻ നിൽക്കുന്ന എവിടെ തന്നെയാണ്. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാം, LSന്റെ ശേഷം ഏത് ഫോൾഡറിലെ കണ്ടന്റ് ആണോ നമുക്ക് കാണേണ്ടത് ആ ഫോൾഡറിന്റെ ഫുൾ പാത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ഫോൾഡറിലെ കണ്ടന്റ് ഇവിടെ നിന്നുകൊണ്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാനിപ്പോ എന്തായാലും ഇവിടെ ഞാനിപ്പോ നിൽക്കുന്നിടത്ത് TMP ഫോൾഡറിൽ മാത്രം കാണുന്നുണ്ടെങ്കിൽ LS എന്ന് മാത്രം കൊടുത്താൽ മതി. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, TMP ഫോൾഡറിലെ ഡാറ്റാസ് കാണാം, കാരണം ഞാൻ നിൽക്കുന്നത് ഇപ്പൊ ആ ഫോൾഡറിലാണ്. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ടെസ്റ്റ് എന്ന് പറഞ്ഞ ഫയലിന്റെ ഉള്ളിൽ ഒന്നുമില്ല, ഫോൾഡറിൽ ഒന്നുമില്ല. നമ്മൾ ചെക്ക് ചെയ്തതാണ് LS ടെസ്റ്റ്, ഒന്നുമില്ല. എനിക്ക് എന്ത് ചെയ്യാം, അത് ഡിലീറ്റ് ചെയ്യാൻ ഞാൻ കൊടുക്കുന്ന കമാൻഡാണ് rmdir ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ആണ്. ആ ഫോൾഡറിനെ എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഫോൾഡർ ഇപ്പോൾ ഇവിടെ കാണാനില്ല, ടെസ്റ്റ് എന്ന് പറഞ്ഞ ഫോൾഡർ ഇപ്പോൾ ഇവിടെ കാണാനില്ല. എന്നാൽ ഇതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, rmdir കൊച്ചി എന്ന് പറഞ്ഞു കൊടുത്താൽ ഡിലീറ്റ് ആവുമോ? കാരണം rmdir കൊച്ചിന്റെ ഉള്ളിൽ കണ്ടന്റ് ഉണ്ട് അല്ലേ. കൊച്ചിന്റെ ഉള്ളിൽ നമ്മൾ എന്തൊക്കെയോ കണ്ടന്റുകൾ വെച്ചായിരുന്നു. കണ്ടോ, കൊച്ചിന്റെ ഉള്ളിൽ ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ rmdir വെച്ചിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. rmdir വെച്ചിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും, അത് പിന്നീട് പറയാം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളൊരു ഫയലിനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ rm വെച്ചിട്ട് ഡിലീറ്റ്, rm എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് കൊടുക്കും, മൈനസ്, ദെൻ നമ്മൾ എന്ത് കൊടുക്കും, കൊച്ചി. ഓക്കെ, ഞാൻ എന്താ ചെയ്തത്, എനിക്ക് എന്താ ഡിലീറ്റ് ചെയ്യേണ്ടത്, കൊച്ചി എന്ന് പറഞ്ഞ ഫോൾഡറിന് നേരിട്ട് ഡിലീറ്റ് ചെയ്യാൻ നോക്കി, rmdir വെച്ച് ഡിലീറ്റ് പറ്റിയില്ല. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, rm വെച്ചിട്ട് തന്നെ അത് ഡിലീറ്റ് ചെയ്യാണ്, rm സ്പേസ് -r കൊച്ചി. ഞാൻ എൻ്റർ കൊടുത്തു, ഡിലീറ്റ് ആയോ, ഡിലീറ്റ് ആയി. ഓക്കെ, അപ്പം R കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിക്കേഴ്സീവലി. കാരണം കൊച്ചി എന്ന് പറയുന്ന ഫോൾഡറിന്റെ ഉള്ളിലും ഒരു ഫയൽ ഉണ്ട്, അതിന് ഡിലീറ്റ് ആക്കണം, കൊച്ചിനെ ഡിലീറ്റ് ആക്കണം. ഓക്കെ, അപ്പൊ വേറൊരു ഫോൾഡർ ഡിലീറ്റ് ആക്കുക എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാവും, അതിന്റെ ഉള്ളിലുള്ള കണ്ടന്റ് ഡിലീറ്റ് ആണ്. അതിനാണ് നമ്മൾ എന്ത് കൊടുത്തത്, -r കൊടുത്തത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാനത് rm -r കൊച്ചിനോടുകൂടി ഡിലീറ്റ് ആയി. സപ്പോസ് ചില ഫയലുകൾ ഉണ്ടല്ലോ, നമ്മൾ ഈ പറയുന്ന പോലെ R കൊടുത്താലും ഡിലീറ്റ് ആവില്ല, കാരണം ആ ഫയൽ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്, ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ ബ്ലോക്ക് ചെയ്യും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഫോഴ്സ്ഫുള്ളി ഡിലീറ്റ് ചെയ്യാൻ ഒരു F കൂടിയും ചേർക്കും. ഇപ്പൊ നമുക്ക് ഡിലീറ്റ് ആയി പോയി, അതിന്റെ ആവശ്യം വന്നില്ല. അപ്പൊ ഫോഴ്സ്ഫുള്ളി ചില സമയത്ത് നമ്മൾ സിസ്റ്റം ഹാങ് ആവുന്ന സമയത്ത് ടാസ്ക് മാനേജറിൽ പോയിട്ട് എൻഡ് ടാസ്ക് കൊടുക്കാറില്ലേ, ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ, ഇവിടെ നോട്ട് പാഡ് ഉണ്ട്, നോട്ട് പാഡ് ഡിലീറ്റ് ആവുന്നില്ല, ഹാങ് ആയി. ഞാൻ എന്ത് ചെയ്യും, ടാസ്ക് മാനേജറിലൊക്കെ പോയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, അതിനെ ഡിലീറ്റ് ആക്കും, എൻ്റെ ടാസ്ക് കൊടുക്കും. ഇവിടെ നിന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാം, എൻ്റെ ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പിടിച്ചിട്ട് ടാസ്ക് കൊടുക്കണം, നോട്ട് പാഡ് കൊടുത്ത് പോയി. ഓക്കെ, കാരണം എന്താണ്, അതേപോലെ ഞാൻ ഇവിടെ പോയിട്ട് ഡിലീറ്റ് ആക്കുന്ന എന്താണ്, ഫോഴ്സ്ഫുള്ളി ഡിലീറ്റ് ആക്കുന്നതാണ്. മര്യാദക്ക് ഡിലീറ്റ് ആക്കിയല്ല, മര്യാദക്ക് ഡിലീറ്റ് ആക്കാനാണ് നമ്മൾ ക്രോസ് ബാർ ഒക്കെ ഉള്ളത്, അതുമ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡിലീറ്റ് ആക്കാറാണ്. നമ്മൾ ഫോഴ്സ്ഫുള്ളി കളയാൻ വേണ്ടിയിട്ടാണ് ടാസ്ക് മാനേജർ. കമ്പ്യൂട്ടറൊക്കെ ഗെയിം കളിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഹാങ് ആയി കഴിഞ്ഞാലൊക്കെ ടാസ്ക് മാനേജറിൽ വന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഡിലീറ്റ് ആകും. ഇപ്പൊ ഞാൻ ഈ OBS സ്റ്റുഡിയോ, ഇപ്പൊ ഞാനത് ഡിലീറ്റ് ആക്കി എൻ്റെ റെക്കോർഡിംഗ് നിൽക്കും. ഇത് ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫോഴ്സ്ഫുള്ളി, ഇപ്പൊ ഞാനൊരു ഒറ്റ ക്ലിക്ക് എടുത്താൽ മതി, ഇത്രയും നേരം റെക്കോർഡ് ചെയ്തൊക്കെ ഫോഴ്സ്ഫുള്ളി ഡിലീറ്റ് ചെയ്യാം. അപ്പൊ അത് കമാൻഡ് വഴി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, ഒരു F കൂടി കൊടുക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ, -rf. ശരിക്കും ഈ കമാൻഡ് ഇങ്ങനെയാണ്, -r -f കൊച്ചി. ഇങ്ങനെ രണ്ട് ഫ്ലാഗ് ഒരുമിച്ച് വരുന്നുണ്ടെങ്കിൽ നമുക്കത് ഒരുമിച്ച് എഴുതാൻ പറ്റും. അതാണ് ഞാൻ എന്ത് കൊടുക്കുന്നത്, ഓക്കെ, കാരണം എല്ലാത്തിനും ഇങ്ങനെ മൈനസ് ഇങ്ങനെ ഇട്ട് പോകണ്ട. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫോഴ്സ്ഫുള്ളി ഒരു ഫോൾഡർ ഡിലീറ്റ് ചെയ്യാം. ഇപ്പൊ അതിന്റെ സാഹചര്യം ഇവിടെ വന്നില്ല. ഓക്കെ, അതാണ് റിമൂവ് കമാൻഡ് കൊണ്ടുള്ള. ഓക്കെ, ഇപ്പൊ നമ്മൾ ഏകദേശം എല്ലാ കമാൻഡുകളും കിട്ടിയിട്ടുണ്ട്.